ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ സാറേ ഇത്? തല്ലടാ തല്ലടാ നീ എടാ തല്ലാൻ. അപ്പോ അതാണ് സാറിന്റെ ഉദ്ദേശം. ഇയാള് വീട്ടിൽ പോകുന്നില്ലേ? എന്റെ ഭാര്യ ഇതിനകത്ത് ഇട്ടിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോവും? എനിക്ക് ചിലരെ പോലെ പല ഭാര്യമാരില്ല സാറേ. അത് താൻ എനിക്കിട്ടൊന്ന് വെച്ചതല്ലേ? അയ്യോ, സാറിന് ഒന്നിലധികം ഭാര്യമാരുണ്ടോ? ചിന്ന വീടുള്ള ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മതിയടാ, അവസരം കിട്ടിയപ്പോ അങ്ങ് വെട്ടി വെട്ടി മുന്നേറുവാണോ? ഇതൊരു പോലീസ് സ്റ്റേഷനാ. ഇതിന്റെ പരിസരത്ത് അങ്ങനെ നിൽക്കാനൊന്നും പാടില്ല. അതെന്താ? പോലീസ് സ്റ്റേഷൻ ബോംബ് നിർമ്മാണശാലയാണോ? ഇതൊരു സർക്കാർ സ്ഥാപനമല്ലേ? ഈ നാട്ടിലെ ഒരു സാധാരണ പൗരനായ എനിക്ക് നിൽക്കാൻ അവകാശമുണ്ട്. ആ അവകാശം ചോദ്യം ചെയ്യാനൊന്നും ഇങ്ങോട്ട് വരണ്ട. നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വരുവാണോ? നിയമവും സാമൂഹ്യ മര്യാദയൊന്നും നിങ്ങൾക്കില്ല. അത് ഞാൻ പറഞ്ഞു തന്നതാ. ഇതിന്റെ വാതിലിൽ കിടന്ന് വിളച്ചിലെടുത്താലേ പിടിച്ച അകത്തിടും. അപ്പോ പോലീസ് ഓഫീസറോട് തട്ടിക്കേറിയ അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ടല്ലേ? അത് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ഒരു കേസ് ഉണ്ടാക്കി അവനെ പിടിച്ചകത്തിട്ടാലോ? അതാ നല്ലത്. പോലീസുകാരോടാടാ നീ നിയമം കളിക്കുന്നേ? എന്താടാ നീ ചെറിയുന്നേ? എന്താടാ എന്താടാ? തല്ലടാ എനക്ക്, തല്ലടാ എന്നെ. എടാ തല്ല്. എന്താ സാറേ ഇത്? തല്ലടാ തല്ലടാ നീ. എടാ തല്ലാൻ. അപ്പോ അതാണ് സാറിന്റെ ഉദ്ദേശം. എന്തെങ്കിലും കേസ് ഉണ്ടാക്കി എന്നെ സാറിന് ഇതിനകത്ത് ഇടണം. സാറൊരു സാധാരണ സാറൊന്നും അല്ല. ഒരു ഒന്നൊന്നര സാറാ. ഞാൻ സാറിനെ തല്ലൂന്ന് സാറ് തെറ്റിദ്ധരിച്ചെങ്കിൽ അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. ഞാനേ തന്നെപ്പോലെ ഓന്തൊന്നും അല്ല. എന്റെ ഭാര്യയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. അത് വർമ്മ സാറിന്റെ മരുമകനോ പിയോ ആയതുകൊണ്ടല്ല. ഈ ജനാധിപത്യ രാജ്യത്തില് എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ഉള്ള ഒരു പൗരനാ ഞാൻ. ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാര് തരുന്ന നികുതി പണത്തിന്ന് താനൊക്കെ ശമ്പളം പറ്റുന്നത്. മതിയടാ, അധികം പ്രസംഗിച്ചാലേ ഇപ്പൊ തന്നെ പിടിച്ച് അകത്തിടും നിന്നെ. എന്ന് എന്നെ അറസ്റ്റ് ചെയ്യണം മിസ്റ്റർ. എന്റെ സകല കൺട്രോളും വിട്ടു നിൽക്ക. അറസ്റ്റ് ചെയ്യാൻ ചെയ്യടോ. സർക്കാർ സർവീസിലുള്ള ചില പൊതുജന ദ്രോഹികളുടെ പിടിയില ഇപ്പോഴീ നാട്. അറസ്റ്റ് ചെയ്യടോ എന്നെ. എന്താണോ ചെയ്യുന്നില്ലേ? ഞാനൊന്ന് പുറത്തേക്ക് പോവാ. 2 മണിക്കൂറിനുള്ളിൽ ഞാൻ തിരികെ വരും. അപ്പോഴും ഇവിടെ തന്നെ നിൽക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ നീ 2 കാലി പോവില്ല. കാലി ഞാൻ തല്ലി ഓടിക്കും. കേട്ടോടാ. നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനെ കാണണം, അത്രയല്ലേ ഉള്ളൂ? ആ, കാണണം. അവർക്ക് ആഹാരം കൊടുക്കണം. അയാളിന് വരാൻ വൈകും. നിങ്ങൾ ഭാര്യയെ കണ്ടോളൂ. താങ്ക്സ് സാർ. വാ. ചെന്ന് കണ്ടോളൂ. രാജു, ഋതു, രാജു, ഋതു വിഷമിക്കാതെ. നാളെ രാവിലെ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഋതുവിനെ രക്ഷപ്പെടുത്തിയിരിക്കും. വാക്ക്.
ഋതു ഇങ്ങനെ കരയരുത്. ദേ, ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും. രാജു, എന്തൊക്കെ ട്രാജഡികളാ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഞാൻ പ്രതാപവർമ്മയുടെ മകള് തന്നെയാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചപ്പോഴ ആ ജഗനങ്ങൾ വെടിയേറ്റ് മരിച്ചത്. ആരൊക്കെ രാജു നമ്മുടെ ശത്രുക്കള്? ആ അംബികയെ കൂടാതെ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല ഋതു. ഞാൻ ആകെ പകച്ചു നിൽക്കുക. എന്റെ ജീവിതം എന്താ രാജു ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? എന്ത് പ്രശ്നങ്ങളും വന്നിട്ട് ഋതു, എന്ത് വന്നാലും നമുക്കത് മറികടക്കാൻ ശ്രമിക്കാം. ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ധൈര്യവും അതുപോലെ മനക്കരുത്തും ഉണ്ടാവണം. ഋതു കോൺഫിഡന്റ് ആണ് വേണ്ടത്. രാജു, എന്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവുമല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന്? എനിക്കും പിന്നെ എന്റെ അമ്മയ്ക്കും ഒരേപോലെ കഷ്ടകാലം. രാജു സമാധാനത്തോടെ ജീവിച്ച ആളാ. ഞാൻ വന്നപ്പോ രാജുവിന് കഷ്ടകാലം. അങ്ങനൊന്നും പറയില്ല ഋതു. എന്റെ അച്ഛനൊരു ബിസിനസ്സുകാരനല്ലല്ലോ, ഒരു പൊളിറ്റീഷ്യൻ അല്ലേ, മാത്രമല്ല ഒരു മിനിസ്റ്ററും. അച്ഛൻ മന്ത്രി ആയതുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്റെ പേരില് മന്ത്രിസഭ തന്നെ താഴെ പോവില്ലേ? അതാ അച്ഛൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റാത്തത് അല്ലേ രാജു? ദാ, ഇത് ഋതികയുടെ ഫുഡാ, കൊടുത്തോളൂ. ഋതു ഇത് കഴിക്ക. പിന്നെ കഴിച്ചോളാം രാജു. ഞാനെടുത്ത് തരട്ടെ? വേണ്ട. ആ കടുവ ഇൻസ്പെക്ടർ കണ്ടോണ്ട് വന്ന പിന്നെ അത് മതി. മേഡം എന്താ ഇവിടെ? മാഡോ? അയ്യോ, അപ്പൊ നിങ്ങൾക്കാർക്കൊന്നും അറിഞ്ഞൂടെ? ദേ, ഈ ലോക്കപ്പിൽ കിടക്കുന്നതേ എന്റെ ആങ്ങളെ വളർത്തിയ കുട്ടിയാ. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചോണ്ടോന്ന് ഇതിനകത്ത് ഇട്ടേക്കോ അല്ലേ?